ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ് പ്ലാറ്റ്ഫോം. MGM 124 ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന്റെ പാർട്ട് 1 സെഷനൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ മീഡിയയും സൊസൈറ്റിയുമാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു പാർട്ട് 2 സെഷനിൽ നമ്മൾ നോക്കുക നമ്മുടെ ഒപ്പീനിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പബ്ലിക് ഒപ്പീനിയനുമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു മീഡിയയുടെ ഒരു റോള്, ക്രൈസിസിലൊക്കെ മീഡിയ ഒരു റോളിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ഒരു റിയൽ ഇൻസിഡന്റ് വെച്ച് നമ്മൾ നോക്കും. വെബിലുള്ള ഒരു എവല്യൂഷൻ, അതായത് വെബ് 1.0, പിന്നെ 2.0 ആൻഡ് 3.0, ആ വെബിലുള്ള ആ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ചും നമ്മൾ നോക്കും. നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളെ കുറിച്ച് നോക്കും. വെർച്വൽ ആയിട്ടുള്ള ത്രെട്ടുകളെ കുറിച്ച്, അതായത് മാൽവെയർ, സർവൈലൻസ്, അതുപോലെ തന്നെ സെൻസർഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കും. അപ്പം ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കുന്നത് പബ്ലിക് ഒപ്പീനിയനുമായിട്ട് മീഡിയയുടെ ഒരു റിലേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മീഡിയ ഇസ് ദി ആർട്ടിക്കുലേറ്റർ ആൻഡ് മോൾഡർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഗവൺമെന്റ്, സൊസൈറ്റി, പബ്ലിക് ഒക്കെ ആയി മീഡിയക്ക് ഒരു മീഡിയ ആക്ട് ചെയ്യുന്നത് ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് രണ്ട് രീതിയിലാണ് മീഡിയ ആക്ട് ചെയ്യുന്നത്. ഒന്ന് ആർട്ടിക്കുലേറ്റർ, അതുപോലെ തന്നെ ഒന്ന് മോൾഡർ. എന്താണ് ഈ ആർട്ടിക്കുലേറ്റർ എന്ന് പറയുന്നത്? വോയിസ് ആയിട്ട് മീഡിയ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മോൾഡർ എന്ന് പറയുന്നത് ഷേപ്പർ ആയിട്ട്, ഷേപ്പർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. അതായത് ഏതൊക്കെ രീതിയിലാണ് അത് വോയിസ് ആയും അല്ലെങ്കിൽ ഷേപ്പർ ആയും അത് പ്രവർത്തിക്കുക? അതായത് പ്രധാനപ്പെട്ട സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതായത് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ വിഷയങ്ങൾ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട്. മീഡിയ എടുത്തത് ചർച്ച ചെയ്യുന്നുണ്ട്. മീഡിയ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ കാണിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ്, അതായത് ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള കാഴ്ചപ്പാടുകൾ മീഡിയ അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കിനെ അത് ഇൻഫോം ചെയ്യുന്നുണ്ട്, അതായത് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് പെർസെപ്ഷനെയും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡുകളെ അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് ധാരണകളെ അല്ലെങ്കിൽ മനോഭാവങ്ങളെയൊക്കെ അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് പ്ലേസ് എ കീ റോൾ ഇൻ ഷേപ്പിംഗ് സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ് എന്ന് നമുക്ക് പറയാം. അപ്പം മീഡിയ ഇസ് ദി ആർട്ടിക്കുലേറ്റർ ആൻഡ് മോൾഡർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് നമുക്ക് പറയാം. അപ്പം എന്താണ് ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്? കിംബാലെങ്ങും പിന്നെ അതുപോലെ തന്നെ ഹെർബർട്ട് ബ്ലൂമറും, രണ്ടുപേരും അമേരിക്കൻ സോഷ്യോളജിസ്റ്റുകളാണ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുമാണ്. അപ്പം കിംബാലെങ് പബ്ലിക് ഒപ്പീനിയനെ ഡിഫൈൻ ചെയ്യുന്നത്, പബ്ലിക് ഒപ്പീനിയൻ ഈസ് ദി സോഷ്യൽ ജഡ്ജ്മെന്റ് ഓഫ് എ സെൽഫ് കോൺഷ്യസ് കമ്മ്യൂണിറ്റി ഓൺ എ ക്വസ്റ്റ്യൻ ഓഫ് ജനറൽ ഇമ്പോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പ്രധാന വിഷയത്തെ കുറിച്ചിട്ടുള്ള ആളുകളുടെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ്, പൊതുജന അഭിപ്രായം എന്നൊക്കെ നമുക്ക് പറയാം. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് പൊതുജന അഭിപ്രായം. ഇപ്പൊ കിംബാലെങ് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ റാഷണൽ പബ്ലിക് ഡിസ്കഷൻ, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ്, കൺവിക്ഷൻസ്, അതുപോലെ തന്നെ ഓഫൻ ഫോർമുലേറ്റഡ് ഇൻ എ ക്രൈസിസ്, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കഷന്റെ ഒക്കെ സ്റ്റേജിൽ, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ ബിലീഫുകൾ അല്ലെങ്കിൽ കൺവിക്ഷനുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുക എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഓഫൺ ഫോർമുലേറ്റഡ് ഇൻ എ ക്രൈസിസ്, അതായത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുക എന്ന് പറയുന്നു. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായ പ്രളയം അല്ലെങ്കിൽ ഉക്രൈനിലുണ്ടായ ആ ഒരു യുദ്ധം ഒക്കെ വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പം കേരളത്തില് പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് പബ്ലിക് ഒപ്പീനിയൻ, എന്തൊക്കെ രീതിയിലുള്ള പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു? അതായത് റിലീഫ് വർക്കുകളെ സംബന്ധിച്ചിടത്തുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, ഡൊണേഷനുകളെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ആക്ഷനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉക്രൈനിലെ ആ ഒരു യുദ്ധത്തിന്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പീസിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. ഇനി ഹെർബർട്ട് ബ്ലൂമർ പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വ്യൂഡ് ആസ് ആൻ ആസ്പെക്ട് ഓഫ് സോഷ്യൽ റിലേഷൻസ്. അതെങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ വഴിയാണ് പൊതുജന അഭിപ്രായം രൂപപ്പെടുക, അല്ലെങ്കിൽ സാമൂഹിക ഇടപെടലിലൂടെയാണ് പൊതുജന അഭിപ്രായം വളരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതിന്റെ ഒരു പ്രോസസ്സ് അദ്ദേഹം പറയുന്നത്, ആളുകൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നം നേരിടുന്നു, പീപ്പിൾ കൺഫ്രണ്ട് ആൻ ഇഷ്യൂ. അപ്പം ആളുകൾ അത് ഡിസ്കസ് ചെയ്യുന്നു, ദേ ഡിസ്കസ് ഇറ്റ് ടുഗദർ. അതിനുശേഷം ദേ ഡിസൈഡ് വാട്ട് ദേ തിങ്ക് ഓർ വാട്ട് ടു ഡു. അതായത്
എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്ന് ആളുകൾ ചിന്തിക്കുന്നു. അപ്പം അതിനാണ് പൊതുജനാഭിപ്രായം അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ഈ ഒരു രണ്ട് സോഷ്യോളജിസ്റ്റുകളും പറയുന്ന ഒരു കാര്യം നമുക്ക് വേറൊരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു സ്കൂളില് കുട്ടികൾ അവിടുത്തെ ക്യാൻറ്റീനിലുള്ള ഭക്ഷണം അൺഹെൽത്തി ആണ് എന്ന് കുട്ടികൾക്ക് തോന്നുകയാണ്. അപ്പം കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികൾ ആദ്യം ഇതിനെക്കുറിച്ച് ക്ലാസ്സിൽ അവർ കൂട്ടുകാർ തമ്മിൽ ഇത് സംസാരിക്കും. അതിനുശേഷം അവരുടെ ഒപ്പീനിയൻസ് അവർ പറയും. ചില കുട്ടികൾ അവർ പറയുന്ന അവർക്കൊരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന്റെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഫുഡിന്റെ ഒരു ക്വാളിറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ചിലവർ പറയുന്നു സ്കൂള് ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒപ്പീനിയൻസ് അവിടെ വരുന്നു. മോസ്റ്റ് സ്റ്റുഡൻസിനെ നമ്മൾ എടുത്തിട്ട് അവരുടെ ഒരു ഷെയർഡ് ഒപ്പീനിയൻ, അതാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പം കിംബാളങ്ങിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു തിയറി പ്രകാരം കുട്ടികൾ ഒരു ഡിസ്കഷൻ വഴി ഒരു കോമൺ ജഡ്ജ്മെന്റിലേക്ക് എത്തി. ബ്ലൂമറുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു അല്ലെങ്കിൽ പ്രശ്നത്തെ നേരിട്ടു, അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തു, അതിനുശേഷം ഒരു കളക്റ്റീവ് വ്യൂ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പബ്ലിക് ഒപ്പീനിയനെ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എന്താണ് മീഡിയയുടെ റോള്? ഈ ഒരു ഒപ്പീനിയൻ ഫോർമേഷനിൽ മീഡിയയുടെ റോള് എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്ക് രണ്ട് തിയറീസ് നോക്കാം. എലിസബത്ത് നോവൽ ന്യൂമന്റെ സ്പൈറൽ ഓഫ് സയൻസും അതുപോലെ തന്നെ അജണ്ട സെറ്റിംഗ് തിയറിയും. ആരാണ് അജണ്ട സെറ്റിംഗ് തിയറി ഡെവലപ്പ് ചെയ്തത്? മാക്സ്വെൽ മെക്കോംസും ഡൊണാൾഡ് ഷോയും ആണ് 1972. അപ്പം അവരുടെ ആ ഒരു അജണ്ട സെറ്റിംഗ് തിയറീനെ ബേസ് ചെയ്തിട്ട് എലിസബത്ത് എം പേഴ്സ് എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നത്, മീഡിയയുടെ ഒരു റോൾ എന്താണ് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. എന്താണ് ഈ സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്? മാസ് മീഡിയ ഈസ് എ പവർഫുൾ ഫോഴ്സ് ദാറ്റ് എസ്റ്റാബ്ലിഷസ് പബ്ലിക് ഒപ്പീനിയൻ. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ഡൈവേർജന്റ് ഒപ്പീനിയൻസ്. അതായത് മീഡിയ എന്ന് പറയുന്നത് ആളുകൾ ചിന്തിക്കുന്നതിനെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട്. നമുക്കറിയാം ഇറ്റ് ഈസ് വെരി പവർഫുൾ ഇൻ ഷേപ്പിംഗ് വാട്ട് പീപ്പിൾ തിങ്ക്. അതുപോലെ തന്നെ മീഡിയ എപ്പോഴും ഡോമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മോസ്റ്റ് പോപ്പുലർ എന്നൊക്കെ നമുക്ക് പറയാം, ഏറ്റവും ജനപ്രിയമായിട്ടുള്ള വ്യൂസിനെയാണ് സൊസൈറ്റിയിൽ കാണിക്കുക. ഉദാഹരണത്തിന് നമ്മൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ചിലപ്പം നമുക്ക് ഉക്രൈന്റെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നാം, ചില ആളുകൾക്ക് റഷ്യയുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നാം. പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായം തുറന്നു പറയാൻ പറ്റില്ല. കാരണം നമ്മളെ അതിന്റെ ഒരു ഡോമിനന്റ് വ്യൂ, മീഡിയ ഒരു ഡോമിനന്റ് വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന ഒരു രാജ്യം ചെയ്യുന്നതാണ് ന്യായീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ന ഒരു രാജ്യം ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ചെയ്യുന്നത് തെറ്റാണ് എന്നിങ്ങനെയുള്ള മീഡിയ ഒരു അസംഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല. അപ്പം ഒരു രീതിയിൽ നമ്മളെ സൈലൻസ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു സൈലൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. അപ്പം മീഡിയ എപ്പോഴും ഈ ഒരു ഡോമിനന്റ് വ്യൂ, അതായത് ഏറ്റവും കൂടുതൽ ആളുകളെ തൃപ്തിപ്പെടുത്തുക, ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് കൂടുതൽ ആളുകൾ എന്താണോ പറയുന്നത്, അതായത് ഇന്ന രാജ്യമാണ് ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ഇന്ന രാജ്യം ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ രണ്ടുപേരും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഏതെങ്കിലും ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ അവർ തുറന്നു പറഞ്ഞു. അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന അഭിപ്രായം എന്താണോ അതിനെയാണ് മീഡിയ കേറ്റർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ബയാസിലുള്ള, അതായത് ആ മാധ്യമ സ്ഥാപനം അതിന് ആരോടാണ് സപ്പോർട്ട് ഉള്ളത്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഐഡിയോളജി പ്രകാരം ആര് ചെയ്യുന്നതാണ് ശരി അല്ലെങ്കിൽ ആര് ചെയ്യുന്നതാണ് തെറ്റ് എന്ന് അവർ വിധി എഴുതുകയാണ്. അപ്പം അതുവഴി സാധാരണക്കാർക്കുള്ള അല്ലെങ്കിൽ പബ്ലിക്കിനുള്ള അവരുടെ ആ ഒപ്പീനിയൻസിനെ സൈലൻസ് ചെയ്യപ്പെടുകയാണ്. അപ്പം അതാണ് ഈ സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. ഇനി അജണ്ട സെറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂസ് മീഡിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളെ മാത്രമേ അവര് പുറത്തേക്ക് കൊണ്ടുവരുന്നുള്ളൂ. അതായത് അവിടെ ഒരു ഗേറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ചില ഈവന്റുകൾ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. രണ്ട് ഈവന്റ്സ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അതായത് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാള് ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് കർഷകർ നേരിടുന്ന ഒരു പ്രശ്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ സമയത്ത് കൂടുതലും മാധ്യമങ്ങൾ അവരുടെ ഒരു TRP അല്ലെങ്കിൽ അവർ ഫോക്കസ് കൊടുക്കുന്നത് ഈ ഒരു സെലിബ്രിറ്റിയുടെ ഈ ഒരു വിസിറ്റിനെയാണ് എങ്കിൽ അവിടെ നടക്കുന്നത് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക. അപ്പം ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ചിലപ്പോൾ വേറൊരു കാര്യം ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് നടന്നിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ നമുക്കത് കാണാനായിട്ടുള്ള അവസരമില്ല. പകരം മീഡിയ ആണ് തീരുമാനിക്കുന്നത്, അതായത് എന്ത് കാണണം, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ അവർ നിയന്ത്രിക്കുന്നില്ല, പക്ഷെ ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കുന്നത് മീഡിയ ആണ്. അപ്പം എന്താണ് ഈ ഗേറ്റ് കീപ്പിംഗ് എന്ന് പറയുന്നത്? സെലക്ടിങ് വാട്ട് ടു ഷോ, എന്താണ് കാണിക്കേണ്ടത് എന്നുള്ള കാര്യം മീഡിയ ആണ്
തീരുമാനിക്കുന്നത്. അപ്പം അതിനുവേണ്ടി അവരെന്താണ് ചെയ്യുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ആ ന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കും, ഹോട്ട് ന്യൂസ് ആയിട്ട് ഇങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത്തരത്തിൽ ആളുകൾ, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു തോട്ട് ഉണ്ടാവും, ഇതാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ മറ്റേ ഒരു സ്റ്റോറിയെക്കാളും ഇതാണ് ഇമ്പോർട്ടന്റ് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ വിശ്വസിപ്പിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിലീഫ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതാണ് ഈ ഒരു അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ഈ രണ്ട് തിയറികളും അവര് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്? അതായത് മാധ്യമങ്ങൾ പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ചില വ്യൂസിനെ ഹൈലൈറ്റ് ചെയ്യുന്നു, ചില വ്യൂസിനെ ഇഗ്നോർ ചെയ്യുന്നു, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ നിശബ്ദമാക്കാൻ വരെ ഈ ഒരു മാധ്യമങ്ങൾക്ക് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു സ്റ്റാറ്റസ് കോൺഫറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലാസർഫീൽഡിന്റെയും മെർട്ടന്റെയും ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അവർ പറയുന്നത് മീഡിയ കൺഫേഴ്സ് സ്റ്റാറ്റസ് ബൈ ഫോക്കസിങ് അറ്റൻഷൻ ഓൺ ഇമ്പോർട്ടന്റ് പീപ്പിൾ, ഈവൻസ് ആൻഡ് ഇഷ്യൂസ്. അത് നമുക്ക് ഇതും ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഒരു കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രൈസ് അത് വിൻ ചെയ്തു എന്ന് വിചാരിക്കും. ഒരു കുട്ടി ഒരു പ്രൈസ് വിൻ ചെയ്തു. അപ്പം അത് ഒരു സാധാരണ ഒരു പ്രൈസാണ് ആ കുട്ടിക്ക് കിട്ടിയത്. പക്ഷെ എന്നിരുന്നാലും ഒരു മാധ്യമം ആ ഒരു ന്യൂസിനെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയി, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു അച്ചീവ്മെന്റ് ആയി അത് ഉയർത്തി കാണിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ന്യൂസ് അവർ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ആളുകൾ വളരെ കുറച്ചു നേരത്തേക്കൊക്കെയാണ് ആ ന്യൂസ് വരുന്നതെങ്കിൽ ആളുകൾ അതിന് വലിയൊരു ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ന്യൂസ് വരികയാണ്, അല്ലെങ്കിൽ ഈ ഒരു ന്യൂസിന് കൂടുതൽ സമയം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ എന്ത് ചിന്തിക്കുന്നു, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്നു. ഇതിനാണ് നമുക്ക് സ്റ്റേറ്റസ് കോൺഫറൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റസ് കോൺഫറൽ എന്താണ്? അറ്റൻഷൻ പ്ലസ് പ്രസന്റേഷൻ ഈസ് ഈക്വൽ ടു പബ്ലിക് ഒപ്പീനിയൻ. അറ്റൻഷൻ പ്ലസ് പ്രസന്റേഷൻ ഈസ് ഈക്വൽ ടു പബ്ലിക് ഒപ്പീനിയൻ. സ്റ്റേറ്റസ് കോൺഫറൽ പോലെ തന്നെ ന്യൂസ് ഫ്രെയിമിങ്ങിലൂടെയും മീഡിയ പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം. ഡോറിസ് എ ഗ്രേവറുടെ ന്യൂസ് ഫ്രെയിമിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഹൗ ന്യൂസ് ഈസ് പ്രസന്റ് അഫക്ട്സ് വാട്ട് പീപ്പിൾ തിങ്ക്. എങ്ങനെയാണ് ഒരു ന്യൂസ് പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂസ് പ്രസന്റ് ചെയ്യുന്ന രീതി ആളുകളെ സ്വാധീനിക്കുന്നു, അല്ല ആളുകളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. അപ്പം ചില മാധ്യമ പ്രവർത്തകര്, ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ചില സർട്ടൻ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സർട്ടൻ ഗ്രൂപ്പ്സുകളെ അവരെ നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ മാർജിനലൈസ് ഗ്രൂപ്പ്സിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നെഗറ്റീവായി അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അവർ കാണിക്കുന്നു. അപ്പം ന്യൂസ് ഷേപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മുടെ റിപ്പോർട്ടറുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അയാളുടെ ഒരു വ്യൂ പോയിന്റ് വഴി അതിനെ സ്വാധീനിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതും നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികളുണ്ട്, മൈഗ്രന്റ് ലേബേഴ്സ് ഉണ്ട്. അപ്പം രണ്ട് റിപ്പോർട്ടുകൾ വരികയാണെന്ന് വിചാരിക്കുക. ഒരു റിപ്പോർട്ടർ പറയുന്നു അവര് വളരെയധികം കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ്, അവർ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ന്യൂസ് കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? അവരോട് ഒരു സിമ്പതി, അല്ലെങ്കിൽ ഒരു എമ്പതി, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ഒക്കെ നമുക്ക് തോന്നുകയാണ്. ഇനി വേറൊരു ചാനലിൽ വേറൊരു റിപ്പോർട്ടർ പറയാണ് ഇവര് ഭയങ്കരമായിട്ട് ട്രബിൾ മേക്കേഴ്സ് ആണ്, ഇവർ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇവരൊരു സോഷ്യൽ ഓർഡറിന് തന്നെ ഇവർ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മൾ അത് കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് കാണുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ഡിസ്ലൈക്ക് ഉണ്ടാകുന്നു. അതായത് വാർത്തകൾ അവതരിപ്പിക്കുന്ന രീതി അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതായത് പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം സ്റ്റേറ്റസ് കോൺഫറൽ ഫംഗ്ഷനും അതുപോലെ തന്നെ ന്യൂസ് ഫ്രെയിമിങ്ങും ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു കേസ് സ്റ്റഡി നോക്കാം. ഉത്തരാഖണ്ഡിൽ 2013 സംഭവിച്ച മേഘസ്ഫോടനം അല്ലെങ്കിൽ പ്രളയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ മീഡിയ എന്താണ് ചെയ്തത്? ഈ ഒരു ഡിസാസ്റ്ററിനെ ആളുകളുടെ മുന്നിലേക്ക് അവര് ന്യൂസായിട്ട് എത്തിച്ചു. അപ്പം അവിടെ നടന്നിരിക്കുന്ന ആ ഒരു ഡിസ്ട്രക്ഷനെ അവർ കാണിച്ചു, റെസ്ക്യൂ വർക്കിന്റെ വിഷ്വൽസ് അവർ കാണിച്ചു, പിന്നെ ആളുകൾ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവർ അവതരിപ്പിച്ചു. അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് മനസ്സിലായി എത്രമാത്രം സീരിയസ് ആണ് ഈ ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ എത്രമാത്രം സീരിയസ് ആണ് ഈ ഒരു കാര്യം എന്നുള്ള ഒരു കാര്യമൊക്കെ അവിടെ മനസ്സിലായി. അതോടൊപ്പം തന്നെ അവര് ഈ ഡിസാസ്റ്ററിനെ കുറിച്ച് അവര് ഡിസ്കഷൻസ് വെച്ചു. ഹിമാലയൻ റീജിയൻ എത്രമാത്രം വൾണറബിൾ ആണ്, അല്ലെങ്കിൽ ഈ ഒരു അവിടെ കൂടുതലും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സോ ഒക്കെ നടന്നതുകൊണ്ട് അത് വളരെയധികം ഈ ഒരു പ്രളയത്തിന് കാരണമായി എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ അവർ പറയുന്നുണ്ട്. അപ്പം മീഡിയ ഗവൺമെന്റുകളെ ചോദ്യം ചെയ്തു. അതായത് ഇത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്ററിനെ എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ മീഡിയ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളെ കൊണ്ട് മീഡിയ ചോദിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അപ്പം അവിടെ CAG റിപ്പോർട്ട്, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം അവിടെ അൺസേഫ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് കാരണമാകും എന്നുള്ള അവരുടെ മുൻകാല പഠനങ്ങളും അല്ലെങ്കിൽ അവരുടെ വാർണിങ്ങിനെ സർക്കാരുകൾ അവഗണിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി മീഡിയ കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു. ആളുകളെ സഹായിക്കുന്നതിലുപരി അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി പരസ്പരം പഴി ചാരുന്ന ഒരു കാഴ്ചയൊക്കെ മീഡിയ കൊണ്ടുവന്നു. അപ്പം ഇവിടെ കാണുന്ന എന്താണ്, മീഡിയയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് മീഡിയ ഒരു ഈവന്റിനെ റിപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് മാത്രമല്ല മീഡിയയുടെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. അതിന് പകരം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതുപോലെ തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. പിന്നെ ആളുകൾ ഈ ഒരു വാർത്തകളിൽ കാണുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ആളുകൾ അവര് ഡിസ്കഷൻസ് അവരുടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൂടുതലായിട്ടും ഈ ഒരു വലിയ വലിയ പ്രശ്നങ്ങളെ കുറിച്ച് അവർക്ക് ആളുകളെ അവബോധവാന്മാരാക്കുന്നതിലും അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ അത്തരത്തിൽ പബ്ലിക് ഒപ്പീനിയനെ ഫോം ചെയ്യുന്നതിലും മീഡിയ ഒരു വലിയൊരു റോള് വെക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇനി മീഡിയയും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ, ഏതൊക്കെ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണുള്ളത്? ഒന്ന് വാച്ച് ഡോഗ് ഫംഗ്ഷൻ. വാച്ച് ഡോഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയ ആക്ട്സ് ലൈക്ക് എ വാച്ച് ഡോഗ്, അതായത് ഒരു കാവൽ നായയെ പോലെയാണ് മീഡിയ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ ഒരു കാവൽ നായയാണ്. അതായത് സർക്കാരുകളെ അല്ലെങ്കിൽ ബിസിനസ്സുകളെ അല്ലെങ്കിൽ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവൻ നിരീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അവർ ശരിയായിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണോ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം പരിശോധിക്കുന്നു. തെറ്റായിട്ടുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇഫ് സംതിങ് ഈസ് റോങ്, മീഡിയ ഇൻഫോംസ് ദി പബ്ലിക്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ഇത് പൊതുജനങ്ങളെ അറിയിക്കുന്നു. അതായത് ഒരു കമ്പനി ഒരു പുഴയെ മലിനമാക്കുന്നു, അല്ലെങ്കിൽ അവിടെ അവര് വേസ്റ്റ് ഒരു പുഴയിലേക്ക് തള്ളുന്നു, അപ്പൊ ചാനലിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു, ന്യൂസ് അതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ നടക്കുന്നു അല്ലെങ്കിൽ ഡിസ്കഷൻസ് നടക്കുന്നു, ആളുകൾ സത്യം അറിയുന്നു. പിന്നെ അതുപോലെ തന്നെ ദി കണ്ടുയിറ്റ്, അതായത് ലിങ്ക് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മീഡിയ എന്ന് പറയുന്നത് പബ്ലിക് ലീഡേഴ്സും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആളുകളുടെ പ്രശ്നങ്ങൾ അതോറിറ്റികളുമായി, അതായത് കൺസേൺഡ് അതോറിറ്റികളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുമായിട്ട് പങ്കുവെക്കുന്നു. അതുപോലെ തന്നെ ഡിസിഷൻസ്, ഗവൺമെന്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ പോളിസികൾ അല്ലെങ്കിൽ ഈവൻസിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ജനങ്ങളെ മാധ്യമങ്ങൾ അറിയിക്കുന്നു. ഇപ്പം ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡിനെ കുറിച്ച് ആളുകൾ പ്രതിഷേധിക്കുന്നു. അപ്പൊ ആ പ്രതിഷേധിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്ന ഒരു കാര്യം മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. അതുവഴി ഗവൺമെന്റ് ആക്ഷൻ എടുക്കുന്നു. അപ്പം ഇതിനാണ് നമ്മൾ ഒരു കണ്ടുയിറ്റ് എന്ന് പറയുന്നത്, അതായത് ലിങ്ക് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് പവർ. പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി, അതായത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടി എന്താണ്? മീഡിയ ഒരു ഫ്രീഡത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതായത് സമ്മർദ്ദമോ അല്ലെങ്കിൽ ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒരു കൺട്രോളോ ഒന്നും ഇല്ലാതെ മാധ്യമങ്ങൾക്ക് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരം ഗവൺമെന്റുകൾ നൽകണം. അതായത് ഗവൺമെന്റ് എൻഷുർ ചെയ്യണം, എന്താണ്, ആളുകളിലേക്ക് ഫെയർ ആയിട്ട് ന്യൂസ് റീച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എൻഷുർ ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് അത്തരത്തിലുള്ള ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് പറയുന്നത്? അതായത് നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള അവകാശം ആളുകൾക്കുണ്ട്. നമ്മുടെ ചുറ്റും എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ നെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പം ഗവൺമെന്റ് ഡ്യൂട്ടി എന്താണ്? പ്രൊട്ടക്ട് പ്രസ് ഓട്ടോണമി ആൻഡ് എൻഷുർ ഫ്രീ ഓഫ് ഫെയർ ന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് ന്യൂ മീഡിയയുടെ ഒരു ഇമ്പാക്ട് നമുക്ക് നോക്കാം. എന്താണ് ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത്? അതായത് പണ്ടുള്ള നമ്മൾ കേബിളിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള വൺ വേ ഓൾഡ് മീഡിയ എന്ന് പറഞ്ഞിരിക്കുന്ന TV, പ്രിന്റ് ആയിട്ടുള്ള ആ ഒരു മീഡിയ ഉണ്ടായിരുന്ന ഒരു കാലമൊക്കെ നമുക്കറിയാം. പക്ഷെ അതല്ലാതെ കുറച്ചുകൂടി ഡിജിറ്റൽ ആയിട്ടുള്ള കോണ്ടന്റുകൾ, അതായത് ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ, ഉദാഹരണത്തിന് ഇന്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ടെക്നോളജികൾ. ഇപ്പം ഒരു പാസീവ് കൺസ്യൂമേഴ്സ് എന്ന ഒരു രീതിയിൽ നിന്ന് മാറി ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് എന്നിട്ടുള്ള ആ ഒരു ഷിഫ്റ്റ്, അതാണ് ന്യൂ മീഡിയയിലൂടെ വന്നത്. അപ്പം ന്യൂ മീഡിയ എങ്ങനെയാണ് ഡെവലപ്പ് ആയി വന്നത്? 1970കളിലാണ് ഒരു ന്യൂ മീഡിയയുടെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് അവിടെ നിന്നാണ് ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. അപ്പം അതിനൊരു കാരണം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ, സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ആണ് ഈ ന്യൂ മീഡിയയുടെ റൈസിന് ഒരു കാരണമായത്.
പിന്നെ 1990s ഒരു ഫസ്റ്റ് വേവ് വരുന്നത്, അതായത് കേബിൾ ടി വി, സാറ്റലൈറ്റ് ടി വി, പിന്നെ അതുപോലെ തന്നെ വീഡിയോ ടെക്നോളജി ഒക്കെ അത് വളരെയധികം പ്രചാരത്തിലാക്കി എന്ന് നമുക്കറിയാം. അപ്പം ആളുകൾക്ക് അവരുടെ കോണ്ടന്റ് പല രീതിയിൽ അവർക്ക് കാണാം. അതായത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ടി വി അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് അല്ലാതെ നമുക്ക് കാണാം. ഇപ്പം HBO ഒക്കെ ഒരു ലൈവ് സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നൊക്കെ നമുക്കറിയാം. പിന്നെ അന്നത്തെ കാലത്ത് VCR ഉണ്ടായിരുന്നു, വീഡിയോ കാസറ്റ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്, നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇപ്പം ഒരു സിനിമ കാണുന്നതിന് നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് കാണാൻ വേണ്ടിയൊക്കെ VCRs ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സിനിമകൾ തിയേറ്ററിലും അതുപോലെ തന്നെ വീഡിയോയിലൊക്കെ അന്നത്തെ കാലത്ത് ഒരേ സമയം റിലീസ് ചെയ്തു. ഇപ്പം വലിയ കമ്പനീസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഫോക്സ് ഉണ്ട്, പിന്നെ വാർണർ ബ്രോസ് ഉണ്ട്, പിന്നെ കൊളംബിയ, ട്രൈസ്റ്റാർ എന്നൊക്കെ പറഞ്ഞ കമ്പനികളുണ്ട്. അപ്പം അവരൊക്കെയാണ് കൂടുതലും ഈ തരത്തിലുള്ള ഈ ഒരു വീഡിയോസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇതിന്റെ ഒരു ആദ്യകാലത്ത് അവർ നിർമ്മിക്കുകയും പിന്നെ അതുപോലെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു. പിന്നീട് നമുക്കറിയാം ഇന്റർനെറ്റിന്റെ ഒരു വരവായിരുന്നു. അപ്പം ഇന്റർനെറ്റിന്റെ ഒരു എഫക്ട് എന്തായിരുന്നു? കട്ട്സ് അക്രോസ് ജോഗ്രഫി, കാസ്റ്റ് ക്രീഡ്, അതുപോലെ തന്നെ കോമൺ കൺസ്യൂമേഴ്സ് ഗ്ലോബലി, പിന്നെ എനിവൺ ക്യാൻ പോസ്റ്റ് ആൻഡ് ബി ഹേർഡ്, നോ ഇഷ്യൂ ഇസ് ലോക്കൽ എനിമോർ. അതായത് ഇന്റർനെറ്റ് ആണ് ഈ ലോകത്തെ കണക്ട് ചെയ്തു. അതായത് നമുക്ക് സ്ഥലമോ ദൂരമോ ഒന്നും നമ്മുടെ ഇൻഫോർമേഷന് ഒരു പരിധി നിശ്ചയിക്കുന്നില്ല. അതായത് നമുക്ക് ഇപ്പം എവിടെ ഇരുന്ന് വേണമെങ്കിലും ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് തുറന്നു പറയാം. അതായത് ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഭൂമിയുടെ മറ്റൊരറ്റത്തിരുന്ന് ഒരാൾക്ക് അത് ലൈവായിട്ട് അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിലുള്ള അഭിപ്രായങ്ങൾ അയാൾ തുറന്നു പറയാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ ഒരു ഇന്റർനെറ്റിന്റെ വരവോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്കറിയാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റ ഒക്കെ ആളുകളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. ഒപ്പീനിയൻസ് പറയുന്നു, ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പം ന്യൂ മീഡിയ അതിന്റെ ഓരോരോ ഫേസുകൾ, അതായത് ഓരോരോ പുതിയ ടെക്നോളജീസ്, നമുക്കിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ടെക്നോളജീസ് വരെ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണ്? ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ അവര് ഫോട്ടോസും അല്ലെങ്കിൽ അപ്ഡേറ്റ്സും ഒക്കെ അവർ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് കൂടി ഉണ്ട്. ഇപ്പം ന്യൂസ് ചാനൽസിലൊക്കെ നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഇപ്പൊ ഒരു പ്രളയം സംഭവിക്കുക അല്ലെങ്കിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി, അപ്പം നമ്മൾ ന്യൂസ് ചാനലിലൂടെ അത് ആളുകളിലേക്ക് ന്യൂസ് എത്തുന്നു. അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പ്രിപ്പയർഡ് ആവാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്ന ഒരു ആളുകൾക്ക് ഒരു റിയൽ ടൈമിൽ തന്നെ നമുക്ക് ഇന്ന വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിന്റെ ഈ ഒരു കാര്യത്തിന്റെ ഇന്റൻസിറ്റി ഇത്ര അധികം ഉണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡും കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പം ഇന്റർനെറ്റിന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് വെബ് 1.0 ആണ്. അതായത് 1991 to 92 ടിം ബേണേഴ്സ് ലീ ആണ് കൊണ്ടുവരുന്നത്. അപ്പം ആ ഒരു സമയത്ത് സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ് പേജസ് ഉണ്ടായിരുന്നുള്ളൂ, അതായത് ടെക്സ്റ്റോ അല്ലെങ്കിൽ പിക്ചേഴ്സോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വൺ വേ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ യൂസേഴ്സിന് ഇപ്പം ഒരു ആർട്ടിക്കിൾ, ഒരു ന്യൂസ് വന്നു, അപ്പം നമുക്കത് വായിക്കാം, റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇപ്പം നമുക്കറിയാം ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ലൈവ് ആയിട്ടൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇടയിൽ പോയിട്ട് നമുക്ക് കമന്റ് ചെയ്യാം, നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഈ വെബ് 1.0 കേസിൽ അവിടെ കൂടുതലും യൂസേഴ്സിന് ഒരു റീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ പ്രതികരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഡെവലപ്പ് ചെയ്ത് ടിം ബേണേഴ്സ് ലീ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഒരു ബുക്ക് വായിക്കുന്നത് പോലെ ഒരു വെബ്സൈറ്റിലുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പിന്നെ ഒരു ഫർദർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വെബ് 2.0 ആണ്. അതായത് ഇന്ററാക്റ്റീവ് എറ എന്നാണ് അതിനെ വിളിക്കുന്നത്. അവിടെ ആളുകൾക്ക് റീഡ് ചെയ്യാം, അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാം. അതായത് ആളുകൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കോണ്ടന്റ് അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ആളുകൾക്ക് ഈ കോണ്ടന്റ് പരസ്പരം വായിക്കാം, പിന്നെ അവർക്ക് ഡിസ്കഷൻസ് ചെയ്യാം. ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നു, ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ ലൈക്ക് ചെയ്യുന്നു, അതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിന്റെ ഒരു ഫർദർ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആണ്. അതായത് വെബ് 3.0 ആണ്. അതായത് മെഷീൻ ടു മെഷീൻ ആണ്. അതായത് മെഷീൻസ് പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫോണ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് നമ്മൾ കാണുന്നുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസ് കാണുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ആരും സെറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ അപ്ഡേറ്റ് ഇന്ന ദിവസം ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക് ആ മെഷീൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം മെഷീനുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വെബ് 3.0 എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊന്ന് റീകോൾ ചെയ്യാം. വെബ് 1.0 എന്ന് പറയുന്നത് റീഡ് ഓൺലി ആണ്. വെബ് 2.0 എന്ന് പറയുന്നത് റീഡ് പ്ലസ് ഇന്ററാക്ട് ആണ്. വെബ് 3.0 എന്ന് പറയുന്നത് സ്മാർട്ട് പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഈ ഒരു കാര്യം
ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷന്റെ ഒരു കേസ് വന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് ഒപ്പീനിയനെ എങ്ങനെയാണ് മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഗ്ലോബലൈസേഷന്റെ വരവോടുകൂടി ഇന്റർനെറ്റിന്റെ വരവോടുകൂടി സമയത്തിന്റെ അല്ലെങ്കിൽ ദൂരത്തിന്റെ പരിധികൾ നീക്കം ചെയ്യപ്പെട്ടു. പിന്നെ ആളുകൾക്ക് തൽക്ഷണം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇമെയില് അല്ലെങ്കിൽ വീഡിയോ കോൾസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഗ്ലോബലി ആളുകളെ കണക്ട് ചെയ്തു, ആഗോളതലത്തിൽ ആളുകളെ ബന്ധിപ്പിക്കുന്നു. മാർഷൽ മക്ലൂഹനാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് ലോകം മൊത്തം കണക്റ്റഡ് ആണ്, ഇന്റർനെറ്റ് ശൃംഖല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴി കണക്റ്റഡ് ആണ്. ഇപ്പം വേറൊരു രാജ്യത്തിരിക്കുന്ന ഒരാളെ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു ദൂരത്തിന്റെ പ്രശ്നം, ഇപ്പം പണ്ടൊന്നും അത് നടക്കില്ലായിരുന്നു, പക്ഷെ ആ ഒരു കാര്യം ഇന്ന് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റിയാലിറ്റി ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ഗ്ലോബലൈസേഷന്റെ വരവോടുകൂടി പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിനൊപ്പം തന്നെ നമുക്ക് അറിയാം അവിടെ ഇന്റർനെറ്റിന്റെ ഒരു ഗ്രോത്ത് വന്നു. അപ്പം ഇന്റർനെറ്റിന്റെ ഒരു ഗ്രോത്തോട് കൂടിയിട്ട് സോഫ്റ്റ്വെയർ കമ്പനീസ്, വലിയ കമ്പനികൾ വന്നു. ഇപ്പം സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് ഫോഴ്സിലൊക്കെ എത്രമാത്രം സോഫ്റ്റ്വെയറുകളുടെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആയിട്ട് മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ എന്താണ് വിൻഡോസ് ഒക്കെ പോലുള്ള സോഫ്റ്റ്വെയറുകൾ. പിന്നെ ആപ്പിളിന്റെ എന്താണ് ഐഫോൺസ് അല്ലെങ്കിൽ മാക് കമ്പ്യൂട്ടേഴ്സ്. പിന്നെ അതുപോലെ തന്നെ യാഹു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സെർച്ച് ആൻഡ് ഇമെയിൽ സർവീസ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പിന്നെ ഒറാക്കിൾ എന്താണ് ഡാറ്റ മാനേജ്മെന്റിനുള്ള ഒരു സിസ്റ്റം ആണ്. നമ്മൾ ഇമെയിൽ അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇന്റർനെറ്റ് ലോകത്തെ മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ ബന്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ ടെക്നോളജികളെ അല്ലെങ്കിൽ വലിയ കമ്പനികളെ അത് വളരാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ എന്താണ്? മീഡിയ പ്ലാറ്റ്ഫോം വിച്ച് പീപ്പിൾ യൂസ് ടു ബിൽഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയ പ്ലാറ്റ്ഫോം ആണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് അഥവാ SNS എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ലേറ്റ് 1990s ആയിരുന്നു. അപ്പം അവിടെ ബ്ലോഗുകളാണ്, അതായത് വെബ് ബ്ലോഗുകളാണ് ഉണ്ടായത്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആളുകൾ അഭിപ്രായങ്ങൾ എഴുതുന്ന, ഒപ്പീനിയൻസ് എഴുതുന്ന ഒരു വെബ്സൈറ്റിനാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നത്. അവിടെ അവിടെ ഒരു കൺട്രോളോ അല്ലെങ്കിൽ സെൻസർഷിപ്പോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആർക്കും ആരുടെയും അഭിപ്രായങ്ങൾ തുറന്നു പറയാം അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാം. ഇപ്പം ട്രാവലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ചൊക്കെ ഉള്ള ആളുകൾ പണ്ട് ബ്ലോഗുകൾ എഴുതാറുണ്ടായിരുന്നു. ഒരു 1990s ഒക്കെ കാലഘട്ടത്തിലൊക്കെ ബ്ലോഗുകളായിരുന്നു കൂടുതലും ആശ്രയിച്ചിരുന്നത്. ഇനി ഒരു വെബ് 2.0 എറയുടെ ഒരു കാലഘട്ടം, അവിടെ എന്താണ് ഇന്ററാക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക് ആണ് നടക്കുന്നത്. ഇന്റർനെറ്റ് ബിക്കേം ഇന്ററാക്റ്റീവ് എന്ന് നമുക്ക് പറയാം. അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞു കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. അപ്പം ന്യൂസ് ഫോർമാറ്റുകൾ, അതായത് വ്ളോഗുകളൊക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പം ഒരു വീഡിയോ ആരെങ്കിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കമന്റ് ചെയ്യാം. ഇനി ലൈവായിട്ട് ആരെങ്കിലും അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് കമന്റ് ചെയ്യാം. ഈ ഒരു കാര്യമൊക്കെ നടന്നത് വെബ് 2.0 ഇനി ഒരു 2003 കൂടിയിട്ടാണ് UGC വരുന്നത്, അതായത് യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് വരുന്നത്. ആളുകൾ അവരുടെ തന്നെ സ്വന്തം കോണ്ടന്റുകൾ അവർ ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഇപ്പം അന്ന് വന്നത് ഓർക്കൂട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് ഒക്കെ ആയിരുന്നു ആ സമയത്ത്. അതായത് 2003 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രബലമായിട്ടുള്ള ശക്തികൾ. അപ്പം അതായത് ആർക്കും ഓഡിയൻസും ആവും ക്രിയേറ്ററും ആവും. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ തുറന്നു പറയുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളുടെ അഭിപ്രായങ്ങൾ നമുക്ക് വായിക്കുകയും ചെയ്യാം. അതിനോട് നമുക്ക് റിയാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ ഒരു ഫംഗ്ഷൻ എന്താണ്? ആളുകളെ ബന്ധിപ്പിക്കുക, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, ഫോട്ടോസ്, വീഡിയോസ്, ഐഡിയാസ് അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു പോസ്റ്റ് ചെയ്യുന്നു, ആളുകൾ അതിനെ ലൈക്ക് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു ക്രിയേറ്റർ ആണ്, അതുപോലെ തന്നെ നമ്മൾ ഒരു ഓഡിയൻസും ആണ്. കാരണം നമ്മൾ വേറൊരാളുടെ പോസ്റ്റിന്റെ അടിയിൽ പോയി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ റിയാക്ഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം കണക്ട്, കമ്മ്യൂണിക്കേറ്റ്, ഷെയർ ഇൻഫോർമേഷൻ, അതാണ് SNS ഫംഗ്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇൻഫോർമേഷൻ ഈസ് പവർ.
അതായത് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു അപകടം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇൻജസ്റ്റിസ് ഒക്കെ നമുക്ക് എടുക്കാം, അനീതി പോലുള്ള എന്തെങ്കിലും ഒരു കാര്യം ആളുകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആളുകൾ അതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടി വരില്ല. അതായത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രതികരിക്കണം എന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാനുള്ള ചിലപ്പം അതിന് നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പം നമുക്ക് ആ ഇൻഫർമേഷൻ പെട്ടെന്ന് നമുക്ക് ആളുകളിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് അതിനോടുള്ള നടപടി എന്നുള്ള ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഒരു അവയർനെസ് നമുക്ക് വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പം ഒരേ സമയം ആളുകൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, അത് എന്താണ് ഒരു സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പവറാണ്. അതായത് ഫാസ്റ്റ് ഇൻഫർമേഷൻ ആളുകളെ യുണൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സോഷ്യൽ മീഡിയ ഗാൽവനൈസസ് മാസ് മൂവ്മെന്റ്സ്. അതായത് സോഷ്യൽ മീഡിയ മാസ് മൂവ്മെന്റുകൾക്കുള്ള അതിനുള്ള എന്തിപ്പോ പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ ഡൊണേഷൻസോ അല്ലെങ്കിൽ ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ ഹെൽപ്പിങ്ങോ ഏതിനു വേണ്ടിയും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈജിപ്തിലെ താഹിർ സ്ക്വയറിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു മെസ്സേജ് കാരണം ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേരലിന് അത് ഇടയാക്കി. അപ്പോൾ സോഷ്യൽ മീഡിയ എത്രമാത്രം പവർഫുൾ ആണ് എന്നുള്ളൊരു കാര്യം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ടുണീഷ്യയിലും യമനിലൊക്കെയുള്ള പ്രൊട്ടസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ആളുകളെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയക്ക് അവിടെയും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2011 അണ്ണാ ഹസാരെയുടെ ഒരു ആന്റി കറപ്ഷൻ മൂവ്മെന്റ് നമുക്കറിയാം. അപ്പം അതിന് ആളുകളുടെ ഒരു പബ്ലിക് സപ്പോർട്ട് ഉണ്ടാവാനുള്ള ഒരു കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് സ്പ്രെഡായി. ഇപ്പം ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഉള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ആളുകൾ ഈ ഒരു പ്രൊട്ടസ്റ്റിന് ജോയിൻ ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ 2012 നിർഭയ കേസ്, അല്ലെ നിർഭയ ഡൽഹി ഗ്യാങ് റേപ്പ് കേസ് ഒക്കെ നമുക്കറിയാം. അപ്പം ആ ഒരു സമയം സോഷ്യൽ മീഡിയയിലുള്ള വന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഡിസ്കഷൻസ് ഒക്കെ നാഷൻ വൈഡ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾക്ക് കാരണമായി, അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നു, ആളുകൾ അതിനെക്കുറിച്ച് അവെയർ ആവുന്നു, ആളുകൾ യുണൈറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മാറ്റം സംഭവിക്കുന്നു. അപ്പം അതിനാണ് നമ്മൾ ഇൻഫർമേഷൻ ഈസ് പവർ എന്ന് നമ്മൾ പറയുന്നത്. ഇന്റർനെറ്റ് ആളുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആളുകളുടെ ലൈഫിനെ ഈസിയർ ആക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത് ഉണർത്തുന്ന റിസ്കുകൾ. ഇപ്പൊ പ്രധാനമായിട്ടും 3 ത്രെട്ടുകൾ അല്ലെങ്കിൽ 3 റിസ്കുകൾ ഉണ്ട്. ഒന്ന് മാൽവെയർ. എന്താണ് മാൽവെയർ എന്ന് പറയുന്നത്? വൈറസുകൾ പോലെയുള്ള ഹാംഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് മാൽവെയറുകൾ. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നു. സ്പ്രെഡ് സിസ്റ്റം ടു സിസ്റ്റം, അതായത് വൺ കമ്പ്യൂട്ടർ ടു അനദർ. അതുപോലെ തന്നെ സ്പൈസ് ഓൺ യൂസർ ആക്ടിവിറ്റീസ്, അതായത് ഒരു യൂസർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അവര് മോണിറ്റർ ചെയ്യുന്നു. അപ്പം ഈ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക? അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ ബാങ്കിന്റെ പാസ്വേഡോ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡുകളോ വിശദാംശം പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇപ്പം ഹാക്കേഴ്സ് പോലെയുള്ള ആൾക്കാർക്ക് അതിനെ മോഷ്ടിക്കാൻ പറ്റും. ഇപ്പൊ സൈബർ ക്രൈം ആണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ബാങ്ക് ഇൻഫോ ഒക്കെ എടുക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ത്രെട്ടാണ് സർവൈലൻസ് എന്ന് പറയുന്നത്. അതായത് ഇന്റർനെറ്റിന്റെ ആക്ടിവിറ്റിയെ നിരീക്ഷിക്കുകയാണ് സ്വകാര്യ ഏജൻസികളോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസികളോ അവയെ നിരീക്ഷിക്കുന്നു. അതിനൊരു പോസിറ്റീവ് ഫാക്ടർ ഉണ്ട്. അതായത് ആളുകൾ തെറ്റായിട്ടുള്ള റോങ് ഡൂയിങ്സിന് അവിടെ തടയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവിടെ ഇതിനൊരു നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. അതായത് നാഷണൽ സെക്യൂരിറ്റി ആണോ അതോ ഒരു മനുഷ്യന്റെ പ്രൈവസി ആണോ വലുത് എന്നുള്ളൊരു കാര്യം ഒരു ഡിബേറ്റ് ഒക്കെ പലപ്പോഴും നടക്കാറുണ്ട്. അതായത് നമ്മുടെ സ്വകാര്യതയേക്കാൾ സുരക്ഷ, അതായത് നാഷണൽ സെക്യൂരിറ്റിക്കാണോ പ്രാധാന്യം എന്ന് ഉള്ളൊരു ഡിബേറ്റ്സ് നടക്കാറുണ്ട്. അപ്പം അതിനെ ആളുകൾ 2 രീതിയിൽ ആളുകൾ എടുക്കാറുണ്ട്. അതിന് 2 ഒപ്പീനിയൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പം നാഷണൽ സെക്യൂരിറ്റി ഫേവർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ പ്രൈവസി ഫേവർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ ഒരു വെബ് കമ്മ്യൂണിക്കേഷനെ മോണിറ്റർ ചെയ്യുന്ന നാഷണൽ സെക്യൂരിറ്റി ഏജൻസി NSA അല്ലെങ്കിൽ FBI ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള ഏജൻസികൾ സർവൈലൻസ് ഇന്റർനെറ്റിലുള്ള ആക്ടിവിറ്റീനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി മൂന്നാമതായിട്ട് സെൻസർഷിപ്പ്. നമ്മുടെ ഒരു ഇന്റർനെറ്റിന്റെ ഒരു കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ആക്സസ് കൊടുക്കുന്നതിനാണ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
അപ്പം എന്താണ് ഇതിനുള്ള ക്ലാസിക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? ചൈന ആൻഡ് നോർത്ത് കൊറിയ ആണ്. അതായത് ചൈനയിലും കൊറിയയിലും അവിടെ ഇന്റേണൽ റീസൺസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞിട്ട് പല വെബ്സൈറ്റുകളും അവിടെ ബാൻഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 2015 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രായ് എന്ന് പറഞ്ഞിരിക്കുന്ന അതോറിറ്റി ഓൺ വെബ്സൈറ്റ്സിനെ ബാൻ ചെയ്തിരുന്നു. പിന്നെ ചില രാജ്യങ്ങൾ, ഞാനിപ്പോ മുമ്പ് പറഞ്ഞ ചൈന അല്ലെങ്കിൽ നോർത്ത് കൊറിയ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസൺസ് ആണ് അവരെപ്പോഴും പോസ് ചെയ്യുന്നത്. ഈ ഒരു 3 കാര്യങ്ങൾ, വെർച്വൽ വേൾഡ് എന്ന് പറയുന്നത് പവർഫുൾ ആണ് എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം, പക്ഷെ അതിനുള്ള റിസ്കുകളും ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? മാൽവെയർ, സർവൈലൻസ്, അതുപോലെ തന്നെ സെൻസർഷിപ്പ്. ഇനി നമ്മൾ പറഞ്ഞു ഇന്റർനെറ്റിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് ഉണ്ട്, അതുപോലെ ആളുകളെ സൊസൈറ്റിയെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇന്റർനെറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ക്രിറ്റിസിസം ഉള്ളത്, ഇന്റർനെറ്റിന് സോഷ്യൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള 2 ക്രിറ്റിസിസംസ് നമുക്ക് നോക്കാം. ഖുറാൻ ആൻഡ് സീട്ടൻ പറയുന്നു, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് മുൻകാലത്ത് ഒരു സോഷ്യൽ പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ ആയിരുന്നു, അതായത് റെഡിമീർ ഓഫ് സോഷ്യൽ ഇൽസ് ആയിരുന്നു. പക്ഷെ ഇന്ന് അത് കൂടുതലും ഉപയോഗിക്കുന്നത് എന്റർടൈൻമെന്റിനും ബിസിനസ്സിനുമാണ്. അതായത് വിനോദത്തിനും ബിസിനസ്സിനും വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. സാമൂഹ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്നതിലുപരി ബിസിനസ്സിനാണ് ഇന്ന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഖുറാൻ ആൻഡ് സീട്ടൻ പറയുന്നത്. അതുപോലെ തന്നെ റിയൽ വേൾഡിൽ ഇനീക്വാളിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ പറയുന്നത്. അതായത് എല്ലാവർക്കും ഒരുപോലെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ, അവർക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. ഇപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്, ഇപ്പം ചില രാജ്യങ്ങളിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിൽ ഇന്റർനെറ്റ് പല സൈറ്റുകളിൽ അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇനീക്വാളിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഖുറാൻ ആൻഡ് സീട്ടൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ക്രിറ്റിസിസം ആണ് ഗോർമൻ ആൻഡ് മെക്ലീൻ പറയുന്നത്, സോഷ്യൽ ഇൽസ് ഹാവ് നോട്ട് ഡിസപ്പിയർഡ്. അതായത് സോഷ്യൽ പ്രോബ്ലംസ്, സാമൂഹ്യ പ്രശ്നങ്ങൾ ഇത്രയധികം നമ്മുടെ ടെക്നോളജീസ് വളർന്നിട്ടും അത്തരം പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോംസ് റീഫോം ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് നമ്മുടെ ഈ ഒരു റിയൽ വേൾഡ് പൊളിറ്റിക്സിനെ അത് റീഫോം ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ഒന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അതായത് പലർക്കും ഇന്റർനെറ്റ് ലഭ്യമല്ല. ഇപ്പം ഇന്ത്യയുടെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം ലോക്ക്ഡൌണിന്റെ ഒക്കെ ഒരു കേസ് വന്ന സമയത്ത് പല സ്റ്റേറ്റുകളിലുള്ള പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ ഉള്ള ഒരു ഫെസിലിറ്റി അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ് കാണാൻ അവർക്ക് പറ്റിയില്ല. അപ്പം റിയൽ വേൾഡ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം നമ്മൾ ഓർത്തിരിക്കുക. അപ്പം ന്യൂ മീഡിയ കനോട്ട് ബി ഡൈവേഴ്സ് ഫ്രം റിയൽ വേൾഡ് സ്ട്രക്ചേഴ്സ്. ഇപ്പം പലരുടെയും എക്കണോമിക്കൽ ആയിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻസ്, സോഷ്യൽ പ്രോബ്ലംസ്, ഇനീക്വാലിറ്റീസ്, പവർ സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം പല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപോലെ ഇന്റർനെറ്റിന് ആക്സസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ എൻഡ് ചെയ്യുവാണ്. അപ്പം നമ്മൾ ഈ ഒരു പാർട്ട് 2-ൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. നമ്മൾ മീഡിയനെ എങ്ങനെ, ഏത് രീതിയിൽ പബ്ലിക് ഒപ്പീനിയനെ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കി. ഏതൊക്കെയാണ് അജണ്ട സെറ്റിംഗിന്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഗേറ്റ് കീപ്പിംഗ് നമ്മൾ പറഞ്ഞു, പിന്നെ എലിസബത്ത് നോവൽ ന്യൂമാന്റെ സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന തിയറി നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉത്തരാഖണ്ഡിലുള്ള നമ്മൾ ആ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നമ്മൾ നോക്കി. മീഡിയയുടെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ കണ്ടു, എങ്ങനെയാണ് ഗവൺമെന്റ് ആക്ഷൻ എടുത്തത് എന്ന് നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ന്യൂ മീഡിയയുടെ ഒരു എവല്യൂഷൻ നമ്മൾ കണ്ടു, വെബ് 1.0, അതുപോലെ തന്നെ വെബ് 2.0, അതുപോലെ തന്നെ വെബ് 3.0. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിന്റെ നമ്മൾ പോസിറ്റീവ് സൈഡ് നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെർച്വൽ വേൾഡിന്റെ ത്രെട്ടുകൾ, അതായത് സർവൈലൻസ്, മാൽവെയർ പോലുള്ള ത്രെട്ടുകളും നമ്മൾ കണ്ടു. ഇനി നമുക്ക് യൂണിറ്റ് 1-ൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, എനുമറേറ്റ് 3 മേജർ ത്രെറ്റ്സ് ഓഫ് ഓൺലൈൻ മീഡിയ, മാൽവെയർ, സർവൈലൻസ് ആൻഡ് സെൻസർഷിപ്പ്, ഗീവ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഫ്രം ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അതായത് മാൽവെയർ നമ്മൾ എന്താണെന്ന് നമ്മൾ കണ്ടു, വൈറസ് ആണ്, സൈബർ ക്രൈം നടക്കുന്നുണ്ട്, ഓൺലൈൻ ബാങ്കിങ് ഫ്രോഡ്,
ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ സർവൈലൻസിന്റെ കേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സെക്യൂരിറ്റി ഏജൻസികൾ മോണിറ്റർ ചെയ്യുന്നുള്ള ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ സെൻസർഷിപ്പിന്റെ ഒരു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് യൂസേജ് ഓഫ് ഇന്റർനെറ്റ് അല്ലെങ്കിൽ കൺട്രോൾഡ് യൂസേജ് ഓഫ് ഇന്റർനെറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് റിയൽ വേൾഡ് എക്സാമ്പിൾസിൽ നമ്മൾ ചൈന കണ്ടു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊറിയ കണ്ടു. അപ്പം അവിടെയൊക്കെ പല വെബ്സൈറ്റുകളും ബാൻഡ് ആണ് അല്ലെങ്കിൽ സെൻസർഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി ജൂൺ 2023 ടേം ആൻഡ് എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ട്രേസ് ദ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാസ് മീഡിയ ഫ്രം ദ ടൈംസ് ഓഫ് പെന്നി പ്രസ്. അപ്പം എന്തായിരുന്നു പെന്നി പ്രസ്? അത് ന്യൂസിനെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആക്കി, അതായത് തുച്ഛമായ പൈസ കൊണ്ട് ആളുകൾക്ക് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് വായിക്കാനുള്ള ഒരു അവസരം അതുണ്ടാക്കി. അപ്പം അതിന്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും ബെഞ്ചമിൻ ഡേ ആണ് അത് കൊണ്ടുവന്നത് ന്യൂസ് പേപ്പേഴ്സിനെ വർക്കിംഗ് ക്ലാസ്സിന് അഫോർഡബിൾ ആക്കി എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു പെന്നി പ്രസിന്റെ കാര്യങ്ങൾ ഇത് കൂടുതലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നെറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അന്നത്തെ ആ ഒരു പെന്നി പ്രസിന്റെ ഒക്കെ ചില ഇമേജസ് ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കൂടുതലും അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ജൂൺ 2025 ടേമിന്റെ എക്സാമിനേഷനിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് മീഡിയ ആൻഡ് സൊസൈറ്റി ആർ ഇന്റർ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് മീഡിയ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. എക്സ്പ്ലെയിൻ വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ്. എന്താണ്? ഉത്തരാഖണ്ഡിലുള്ള കേസ് നമ്മൾ നോക്കി. അപ്പം മീഡിയ പബ്ലിക് ഒപ്പീനിയനെ ഷേപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. മീഡിയയും സൊസൈറ്റിയും തമ്മിൽ പരസ്പരം അവർ തമ്മിൽ ഇന്റർ റിലേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമുക്കറിയാം. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1 നമ്മൾ നോക്കുന്നത്. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.